ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വാവ സെറ്റിൽ വേൾഡ്. അപ്പോളേ നമുക്കിന്ന് നമ്മളുടെ വീട്ടിലെ ചെറിയൊരു പൂന്തോട്ടവും, ചെറിയ പൂന്തോട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ഈ ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പേരെന്തുമായിരുന്നു? അഡേനിയം പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ടെറസിൻ്റെ മുകളിലത്തെ കാര്യമാണ് പറഞ്ഞത്. താഴെ ഉണ്ട്, ഇവിടെ ഈ അഡേനിയം പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭംഗി ഞാൻ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കളറേ ഉള്ളൂ കേട്ടോ, ഒരു ലൈറ്റ് പിങ്കും പിന്നെ ഒരു ഡാർക്ക് പിങ്കുമായിട്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നല്ല കൊട പോലെ എന്ത് ഭംഗിയാണെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് റോസും ഇഷ്ടമാണ്, അതുപോലെ തന്നെ അഡേനിയും ഇഷ്ടമാണ്. ഇതിൻ്റെ ഇനിയും കുറച്ച് വെറൈറ്റീസും കൂടെ മേടിച്ച് നോക്കണം. ഇതുണ്ട്, ഇത് ലൈറ്റ് ആണ്, പിന്നെ ഒരെണ്ണം ഉള്ളത് ഡാർക്കും ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ പിങ്കിഷ് തന്നെ ഒരു പിന്നെ ഉണ്ട് ഇങ്ങനെ പൂവുകൾ കൂടുതലുള്ളതും ഇങ്ങനെ കൊല കൊലയായിട്ടുള്ളതും, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതിന് വെച്ചാൽ പരിചരണം കുറച്ച് മതി, അതുപോലെ തന്നെ നല്ല ഫ്ലവറാണ്. ഇത്രയേ ഉള്ളൂ അടീനിയത്തിൻ്റെ എന്താ പറയുന്നത് വിശേഷങ്ങൾ. ഇനി പോകുന്നത് നമ്മളുടെ ചെറിയൊരു ക്യാബേജും കോളിഫ്ലവറും എല്ലാം കൂടെ നട്ട ഒരു ഇതാണ്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്, രണ്ടില പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നഴ്സറിയിൽ പോയപ്പം ഇതിൻ്റെ തൈ ഒന്നാതെ ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് കിട്ടിയത് ഇങ്ങനെ എന്താ പറയുക, ഉണങ്ങി വരേണ്ടതാണ്. അതിനകത്ത് നിന്ന് അമ്മ ഇങ്ങനെ എന്താ പറയുന്നത്, കുഞ്ഞുവാവകളെ നോക്കുന്ന പോലെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. അമ്മ മാത്രമല്ല, അച്ഛനും കൂടി. ഇപ്പം അച്ഛനെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കും. ഞാൻ ചെയ്തിട്ട് നീ എൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറയില്ലേ. അപ്പം അച്ഛനും അമ്മയും കൂടെയാണ്, ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസിൽ നമ്മൾ ഈ ഗ്രീൻ ബാഗിനകത്ത് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നതാണ്. കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മൾ വെണ്ടയും അതുപോലെ തന്നെ വഴുതന, അതുപോലെ തന്നെ നമ്മളുടെ പച്ചമുളകില്ലേ, പച്ചമുളക്, തക്കാളി ഉണ്ടായിരുന്നു. പക്ഷേ നാളെ നമുക്ക് തക്കാളി നന്നായിട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, തക്കാളി അങ്ങനെ പിടിക്കുന്നില്ല. എല്ലാത്തിനും എന്തോ ഒരു തണ്ട് ഇങ്ങനെ ചീഞ്ഞിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തക്കാളി നല്ല രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളി നമ്മൾ ഒഴിവാക്കി. ബാക്കിയുള്ളതിനും കൂടി ഇങ്ങനെ വരുന്നത് കൊണ്ട് തക്കാളിയെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞു. ഇത് നമ്മുടെ വഴുതനയൊക്കെ ചെറുതായിട്ട് പൂവിടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് നട്ടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ കായും പൂവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. അത് വഴുതന എനിക്ക് തോന്നുന്നു ഒരു 3-4-5 ഐറ്റം ഉണ്ട് പലതും. വയലറ്റും വെള്ളയും പിന്നെ ഒരു വെള്ളയിലൊരു വരവരയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇത് കണ്ടത് ഞാൻ പറഞ്ഞ പോലെ വെള്ളയിലൊരു വരവരയൊക്കെ ആയിട്ടൊരു കായൊക്കെ ഉണ്ട്. അപ്പം എല്ലാം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. എല്ലാം ചെറിയ പ്ലാന്റ് ആണ്, കായിടാൻ വേണ്ടി. ഇത് ഉണ്ടവഴുതനയാന്ന് തോന്നുന്നു ഇങ്ങനെ വലുതാവുന്നത്. അപ്പോൾ കായിടാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി. അത് നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ കീടനാശിനികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടി അങ്ങനത്തെ കൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലറിയും അങ്ങനെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ജൈവവളം മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പച്ചക്കറി നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനും നമുക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ല ഇതാണ്. ഇനി ഇതൊരു പച്ചമുളകും ഒരു 4-5 ഐറ്റം ഉണ്ട്. ഇത് പിന്നെ വെണ്ടത്തൈയാണ്. പച്ചമുളകും 4-5 ഐറ്റങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നമ്മൾക്ക് ഒരു ഫാമിലിക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കൃഷി ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കടയിൽ കൊടുക്കാനൊന്നുമില്ല. നമ്മൾക്ക് ഉണ്ടായതിന് ബാക്കി അമ്മ അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത് അവർക്കും സന്തോഷമാണ്. എന്താ പറയുന്നത്, നമുക്ക് സന്തോഷമാണ്. നമ്മൾക്ക് എടുത്തതിൻ്റെ ബാക്കി അല്ലെങ്കിൽ നമ്മൾ പറിക്കുമ്പോൾ അതിലൊരു വിഹിതം ഇങ്ങനെ അയൽപക്കത്ത് കൊടുക്കുമ്പോൾ അവരുടെ സ്നേഹവും സപ്പോർട്ടും, പിന്നെ നമ്മളിത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവർക്കും ചെയ്യാൻ താല്പര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അമ്മ നഴ്സറിയിൽ പോകുമ്പം അമ്മയുടെ കൂടെ പോവാനും അതുപോലെ തന്നെ അവർക്കും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നമ്മളുടെ അടുത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് ഈ കൃഷിയിലോട്ട് വരുന്നത് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഒരു മകളെന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, രണ്ടുപേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും കൃഷിയിൽ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ് വെണ്ടയാന്ന് തോന്നുന്നു. അതെ റെഡ്, അതിൻ്റെ കായ്ക്കും ഒരു റെഡിഷ് കളറാണ്, അതായത് തണ്ടിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അത് മക്കൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ലെങ്കിലും നമ്മൾ നോക്കിയും കണ്ടും, ഞാനങ്ങനെ മടിച്ചിപ്പാവൊന്നുമല്ല, നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാറുണ്ട്. ഇപ്പം അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ല എങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളും സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടോ, നല്ല കായൊക്കെ ആയിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് കായൊക്കെ ആയിട്ട് വരുവാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ കടയിൽ നിന്ന്
മേടിക്കുന്നതല്ലാതെ നമ്മളുടെ വീട്ടിലിങ്ങനെ പച്ചക്കറികൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ കുട്ടികളാണെങ്കിലും അവർക്കും ഇങ്ങനെ വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും വന്ന് കാണുമ്പോൾ ഇതിന്റെ കായാണല്ലോ, ഇതിന്റെ കായാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾക്ക് കാണാത്ത കായ്കൾ നമ്മളിങ്ങനെ പൊട്ടറ്റോസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ഒരു കോളാമ്പി ചെടിയാണ്. ഇതെല്ലാം നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു വെണ്ടയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ റംബൂട്ടാനാണ്. അതിപ്പോൾ കായിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ ഇങ്ങനെ കായ ഇങ്ങനെ ഇട്ട് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നല്ല കായ ഉണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം തരുന്നുണ്ട്. പിന്നെ അച്ഛനിങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പിടിക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ എന്നാലും കുറേ കായൊക്കെ ഇപ്പോഴത്തെ വെയിലിൻ്റെ വെച്ചിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും കായുണ്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ആ വെയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മഴയായി. എനിക്ക് ഒരു 3 മാസം മുമ്പൊക്കെ എടുത്ത വീഡിയോസാണ്. ഇപ്പം ഇതിൻ്റെ കായൊക്കെ നന്നായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഓൾഡ് വീഡിയോ ആണ്, ഇത് എടുത്ത് വെച്ചതാണ്. അപ്പം ഇതിടാൻ താമസിച്ചു പോയി, എനിക്ക് സമയമായില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വെണ്ടയൊക്കെ പൂട്ടി. ഇപ്പോൾ ഈ വെണ്ടയൊക്കെ നന്നായിട്ട് നമ്മൾ കുറേ കായൊക്കെ പറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് വെണ്ടയുടെ പൂവ്. അപ്പം ഇത് പൊഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കായായിട്ട് വരുന്നത്. അതിൻ്റെ താഴെ ഒരു കായുണ്ട്. അപ്പം ഇത് ഒരു കോളാമ്പി ചെടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും പൂവായിരിക്കും. അങ്ങനെ വലിയ ഹൈറ്റ് ഒന്നും ആവത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഹൈറ്റായിട്ടും വള്ളിയായിട്ടും കയറ്റാം. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഹൈറ്റിൽ പോകുമ്പോഴത്തേനും നമ്മൾ ഒടിച്ച് നടും. ഒടിച്ച് അതിൻ്റെ കമ്പ് അതിനകത്ത് കുത്തി വെക്കും, അല്ലെങ്കിൽ വേറൊരു പോട്ടി നടും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറ്റിച്ചായിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ, ബോൺസായി ഒക്കെ നിൽക്കുന്ന പോലെ. എന്നിട്ട് നിറച്ചും പൂവായിരിക്കും. ചട്ടിയുടെ ഇങ്ങനെ അടി കാണത്തില്ലാത്ത പോലെ പൂവായിരിക്കും. ആ ചാക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ഇനി വേറൊരു പ്ലാന്റിലോട്ട് മാറ്റണം. അത് എനിക്ക് തോന്നുന്നു എലി കടിച്ചതാണെന്ന് അറിയത്തില്ല. അങ്ങനെ എലിശല്യമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മണ്ടയിലോട്ടൊന്നും കയറത്തില്ല. പക്ഷെ താഴെ നല്ല എലിശല്യമുണ്ട്. നമ്മൾ ഈ ചെടിയൊക്കെ വെക്കുന്നതുകൊണ്ടായിരിക്കും, ഈ ചാണകപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നല്ല എലിശല്യമാണ്. ഇത് നമുക്കൊരു എനിക്ക് തോന്നുന്നു 4-5 വെറൈറ്റീസ് ഉണ്ട്. വെണ്ടയുണ്ട്. ഇതൊരു സൈസ് ഭയങ്കര വലിയൊരു സൈസ് വെണ്ടയ്ക്ക. എനിക്ക് തോന്നുന്നു ഒരു 3 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു 4 കുടുംബത്തിന് നല്ലൊരു കറി വെക്കാം. അങ്ങനത്തെ ഒരു സൈസ് വെണ്ടയ്ക്ക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മാംസം ഉണ്ട് അതിനകത്ത്. നമ്മളുടെ ഈ മറ്റേ സാധാരണ നാടൻ വെണ്ട പോലെയല്ല, നല്ല മുഴുത്ത വെണ്ടയ്ക്ക. ഇത് കാന്താരി ചീനിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചീനിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം അത് മുഴുവൻ പോയി. എന്നാലും പൂവൊക്കെ ഉണ്ട്. എന്നാലും അതൊരു മുരടിക്കാൻ തുടങ്ങി. നല്ല ഏജ് ഉണ്ട് ആ ചീനിക്ക്. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ ഈ കറിവേപ്പിലയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ട കേട്ടോ, കറിവേപ്പിലയ്ക്ക് ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ കറിവേപ്പിലയൊന്നും വളർന്നില്ലെങ്കിലും 4-5 നാരകത്തിൻ്റെ തൈ അതിൻ്റെ ചുവട്ടിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പാവലാണ്. പാവലും കായ്ക്കാൻ തുടങ്ങി. ഒരു 2-3 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ കവറിട്ട് വെച്ചേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈച്ച കുത്തുന്നത് കൊണ്ട് കവറിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പയറുണ്ട്, പച്ചപ്പയർ, മറ്റേ വള്ളിപ്പയറില്ലേ അത്. കായാന്ന് തോന്നുന്നു ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വള്ളിപ്പയറുണ്ട്. ഇത് കണ്ടോ, അതിങ്ങനെ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. കായൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. അത് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി വരുന്ന സ്റ്റെയറിൻ്റെ താഴെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ വെച്ചേക്കണം. അത് അങ്ങനെ വെച്ചേക്കുന്നതിന് കാരണം അതിങ്ങനെ 4-5 കമ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇഴയിട്ടിട്ട് നമുക്ക് വള്ളി കയറ്റാൻ സുഖമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പയറിൻ്റെ പൂവാണ്. അതായത് പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കായിടാൻ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾസിലൊന്നാണ് നിത്യവഴുതന. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വള്ളി കയറിയതേ ഉള്ളൂ, എന്താണെന്ന് അറിയത്തില്ല, കായിടുന്നില്ല. പക്ഷെ ഏറ്റവും ഗ്രോത്തായിട്ട് നമ്മൾ തൈ നട്ടപ്പോഴത്തേനും ഏറ്റവും നന്നായിട്ട് വളർന്നത് അതായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അതേന്ന് സ്ഥിരം പൂവിടുന്നുണ്ട്. പക്ഷെ ഒറ്റ